എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം നമ്മൾ 9ാം ക്ലാസ്സിലെ ഫസ്റ്റ് ചാപ്റ്ററായ മൂവിങ് ഫോർവേഡ് ഫ്രം ദ സ്റ്റോൺ ഏജ്, ശിലായുഗത്തിൽ നിന്ന് മുന്നോട്ട് എന്ന ചാപ്റ്ററിൻ്റെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ പ്രതിപാദിച്ചായിരുന്നു. തുടർന്ന് സ്റ്റാർക്കാറിനെ പറ്റിയിട്ടാണ് നമുക്ക് പറയേണ്ടത്. അത് മെസോലിത്തിക് സൈറ്റാണ് യൂറോപ്പിൽ. അപ്പോൾ അതിനെ പറ്റിയിട്ട് പേജ് നമ്പർ 15 അപ്പോൾ നിങ്ങൾ ടെക്സ്റ്റ് എടുത്ത് വെച്ചോളുക, വായിക്കുന്നത് ശ്രദ്ധിച്ചിരിക്കുക, പഠിക്കേണ്ടതാണ്, ഇമ്പോർട്ടൻ്റ് ആണ് ആ ഒരു പാട്ടെന്ന് പറയുന്നത്. It is a Mesolithic open-air settlement in northeast England. The main attraction of this site is the presence of organic remains. Tools made of stone and bone were found here. Evidences of early carpentry have also been found here. It is believed that early humans used this area as a temporary settlement. അപ്പോൾ സ്റ്റാർക്കാറിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, ഇംഗ്ലണ്ടിലാണിത് കണ്ടെത്തിയിട്ടുള്ളത്. ഇംഗ്ലണ്ടിലെ വടക്ക് കിഴക്കൻ പ്രദേശങ്ങളാണ്, മധ്യശിലായുഗമാണ്. ഇതിൻ്റെ ഒരു അട്രാക്ഷൻ എന്ന് പറയുന്നത്, ശ്രദ്ധാകേന്ദ്രം എന്ന് പറയുന്നതൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ തുറസായ അധിവാസ കേന്ദ്രമാണ്. അതുപോലെ തന്നെ ജൈവ അവശിഷ്ടങ്ങളുടെ സാന്നിധ്യം ഇവിടെ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഈ കേന്ദ്രത്തിൻ്റെ പ്രധാന സവിശേഷത ആ ജൈവാവശിഷ്ടങ്ങൾ കണ്ടെത്തിയത് തന്നെയാണ്. പിന്നെ കല്ലിലും അതുപോലെ തന്നെ അസ്ഥികളിലും, ശില കൊണ്ടും അസ്ഥികൾ കൊണ്ടും നിർമ്മിച്ച ഉപകരണങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. ആദ്യകാല മരപ്പണിയുടെ തെളിവുകളുമൊക്കെ ഇവിടെ നിന്ന് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ മനുഷ്യർ അന്ന് ജീവിച്ചിരുന്ന മനുഷ്യർ ഈ ഒരു പ്രദേശത്തെ താൽക്കാലിക വാസകേന്ദ്രമായിട്ട് ഉപയോഗിച്ചു എന്നാണ് പറഞ്ഞു വച്ചിരിക്കുന്നത്. സ്റ്റാർക്കാർ മെസോലിത്തിക് സൈറ്റ് നന്നായിട്ട് പഠിച്ചോളുക. അതിനുശേഷം നമ്മുടെ ഇന്ത്യയിലെ സരൈ നഹർ റായ് എന്ന് പറയുന്ന ഒരു സ്ഥലത്തെ പറ്റിയിട്ട് പ്രതിപാദിക്കുന്നുണ്ട്. അത് എക്സ്ട്രാ റീഡിങ്ങിന് കൊടുത്തിരിക്കുന്നതാണ്. അത് നിങ്ങളൊന്ന് മനസ്സിലാക്കി പോയേച്ചാൽ മതി. ഈ സരൈ നഹർ റായ് എന്ന് പറയുന്ന ഓക്സ്ബോ ലേക്കിൻ്റെ അടുത്ത് സ്ഥിതി ചെയ്യുന്നതാണ്. അത് ഈ പ്രതാപ് നഗർ ഡിസ്ട്രിക്റ്റ്, ഉത്തർപ്രദേശിലെ പ്രതാപ് നഗർ ഡിസ്ട്രിക്റ്റിലാണ് ഈ സരൈ നഹർ റായ് സ്ഥിതി ചെയ്യുന്നത്. അവിടെ മൈക്രോലിത്സ് കേട്ടല്ലോ, മൈക്രോലിത്സ് അവിടെ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഉയരം കൂടിയ മനുഷ്യരുടെ ബോൺസും ഒക്കെ, അസ്ഥികളും ഒക്കെ അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട്. അത് ഏകദേശം 180 സെൻറ്റിമീറ്റർ ഹൈറ്റ് പുരുഷനും സ്ത്രീക്ക് 170 സെൻറ്റിമീറ്റർ ഉള്ള അത്രയും ഉയരമുള്ള സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും ബോൺസാണ് അവിടുന്ന് കിട്ടിയിട്ടുള്ളത്. അതുപോലെ തന്നെ അവർ വേട്ടയാടാനായിട്ട് അമ്പും വില്ലുമൊക്കെ ഉപയോഗിച്ചിരുന്നതിനും തെളിവുകൾ കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവർ സീഡ്സൊക്കെ കളക്ട് ചെയ്യുകയും സ്റ്റോർ ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവർ ഉപയോഗിച്ചിരുന്നത് മൃഗത്തോലുകൾ, ആനിമൽ ഹൈഡ് ആണ് ക്ലോത്തിങ്ങിന് വേണ്ടിയിട്ട് വസ്ത്രമായിട്ട് ഉപയോഗിച്ചിരുന്നതിനും തെളിവ് കിട്ടിയിട്ടുണ്ട്. അത് എക്സ്ട്രാ റീഡിംഗ് ആണ്, വായിച്ച് വെച്ചാൽ മതി. അതിനുശേഷം നമുക്ക് നിയോലിത്തിക് സൈറ്റിലേക്ക് പോകാം. അപ്പോൾ Neolithic, this period of radical change in human life. The word Neolithic is derived from the word neos, new, and lithos, stone. The book Man Makes Himself by Gordon Shire refers to two important changes in Neolithic age that transformed human life. അപ്പോൾ നമ്മൾ ഈ ഒരു കാലഘട്ടം നിയോലിത്തിക്കിലോട്ടാണ് പോകുന്നത്. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ ഒരുപാട് മാറ്റങ്ങൾ, സമൂലമായിട്ടുള്ള മാറ്റങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഈ വേർഡ് നിയോലിത്തിക് ഒറിജിനേറ്റ് ചെയ്തത് നിയോസ് എന്ന് പറയുന്ന, നിയോസിൻ്റെ അർത്ഥം ന്യൂ, പുതിയത്, ലിത്തോസ്, സ്റ്റോൺ, ശില എന്നീ 2 വാക്കുകളിൽ നിന്നാണ്. പിന്നെ ഗോർഡൺ ചൈൽഡിൻ്റെ ബുക്ക് വളരെ ഫേമസ് ആണ്, അത് പഠിച്ചോണം. മാൻ മേക്സ് ഹിംസെൽഫ്, മനുഷ്യൻ സ്വയം നിർമ്മിക്കുന്നു, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ ബുക്കിൽ പറഞ്ഞിട്ടുള്ള പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾ താഴത്തെ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം അതൊന്ന് വായിക്കാൻ. ദ ഫസ്റ്റ് റെവല്യൂഷൻ ദാറ്റ് ട്രാൻസ്ഫോംഡ് ഹ്യൂമൻ എക്കോണമി ഗേവ് മാൻ കൺട്രോൾ ഓവർ ഹിസ് ഓൺ ഫുഡ് സപ്ലൈ. Man began to plant, cultivate and improve by selection edible grasses, fruits and trees, and he succeeded in taming and firmly attaching to his person certain species of animal. In return for the fodder he was able to offer, the protection he could afford, and the forethought he could exercise. The 2 steps are closely related. അപ്പോൾ അതിൽ ചോദിക്കുന്നുണ്ട്, വാട്ട് ആർ ദ ചേഞ്ചസ് ഇൻ നിയോലിത്തിക് ഏജ് മെൻഷൻഡ് ഇൻ ദിസ് ഡിസ്ക്രിപ്ഷൻ. എന്തൊക്കെയാണ് അതിൽ പറഞ്ഞിരിക്കുന്നത് നമുക്ക് നോക്കുമ്പോൾ തന്നെ ഇത് കാണാം.
മനുഷ്യൻ അവൻ്റെ ഭക്ഷ്യ ഉൽപ്പാദനത്തിൽ അവൻ്റേതായിട്ടുള്ള ഒരു നിയന്ത്രണം നേടിക്കൊടുക്കാനായിട്ട് ഈ ഒരു നിയോലിത്തിക് പീരീഡിൽ സാധിച്ചു. എന്ന് വെച്ചാൽ അന്ന് വരെ അലഞ്ഞു തിരിഞ്ഞ് കാട്ടി കിട്ടുന്ന കനികളും മൃഗങ്ങളുടെ അവശിഷ്ടങ്ങളും അല്ലെങ്കിൽ മൃഗങ്ങളെ വേട്ടയാടിയും ഒക്കെയാണ് മനുഷ്യൻ ജീവിച്ചിരുന്നത്. അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഭക്ഷ്യ ഉൽപ്പാദനത്തിലേക്ക് കടന്നു. അതായത് ഭക്ഷ്യയോഗ്യമായിട്ടുള്ള ചെടികൾ, വേരുകൾ, വൃക്ഷങ്ങൾ അതൊക്കെ തിരഞ്ഞെടുക്കാനും നടാനും കൃഷി മെച്ചപ്പെടുത്താനും ഒക്കെ മനുഷ്യന് സാധിച്ചു. പിന്നെ കന്നുകാലികളെ വളർത്താനും സാധിച്ചു. അവരെ സംരക്ഷിക്കാനായിട്ടും അവർക്ക് ഫുഡ് കൊടുക്കാനായിട്ടും ഒക്കെയുള്ള ഒരു കാഴ്ചപ്പാട് ആ സമയത്ത് മനുഷ്യന് വരികയാണ്. പിന്നെ മൃഗങ്ങളെ ഇണക്കി വളർത്തുന്നതിൽ അവർ വിജയിച്ചു. ഇതൊക്കെയാണ് അദ്ദേഹം മാൻ മേക്സ് ഹിംസെൽഫ് എന്ന് പറയുന്ന ബുക്കിൽ ഗോർഡൻ ചൈൽഡ് പറഞ്ഞു വച്ചിരിക്കുന്നത്. The change in human interaction with his surroundings is the reason for these changes. Humans started new ways of living during the Neolithic period they are. അപ്പോൾ ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ മനുഷ്യൻ തൻ്റെ ചുറ്റുപാടുകളുമായിട്ട് അല്ലെങ്കിൽ ഇണങ്ങിച്ചേർന്നു താമസിക്കാൻ തുടങ്ങിയെന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതിൻ്റെ അനന്തരഫല അല്ലെങ്കിൽ അതിൽ കാണാൻ സാധിക്കുന്ന രണ്ട് കാര്യങ്ങൾ ഡൊമസ്റ്റിക്കേഷൻ ഓഫ് ആനിമൽസും ബിഗിനിങ് ഓഫ് അഗ്രികൾച്ചറുമാണ്. മൃഗങ്ങളെയൊക്കെ ഇണക്കി വളർത്താനായിട്ടും കൃഷി തുടങ്ങാനുമായിട്ടൊക്കെ മനുഷ്യന് നിയോലിത്തിക് പീരീഡിൽ സാധിച്ചു. പിന്നെ ഒരു മാപ്പ് അവിടെ കൊടുത്തിട്ടുണ്ട്. യു ക്യാൻ സീ ദ ഏരിയ മാർക്ക് ഇൻ ദ ഷേപ്പ് ഓഫ് എ ക്രസൻറ്റ്. ചന്ദ്രക്കലയുടെ ആകൃതിയിൽ മാർക്ക് ചെയ്തിരിക്കുന്ന സ്ഥലങ്ങളൊന്ന് നോക്കുകയും ബേസ്ഡ് ഓൺ അവൈലബിൾ എവിഡൻസസ് ആർക്കിയോളജിസ്റ്റ് സേ ദാറ്റ് അഗ്രികൾച്ചർ ബിഗാൻ ഇൻ ദിസ് ഏരിയ. അപ്പോൾ ആ മാർക്ക് ചെയ്തിരിക്കുന്ന ഏരിയയിലാണ് കൃഷി തുടങ്ങിയതെന്ന് പുരാവസ്തു ഗവേഷകർ പറഞ്ഞു വച്ചിരിക്കുന്നു. ആ ഏരിയയ്ക്ക് പറയുന്ന പേരാണ് ഫെർട്ടൈൽ ക്രസൻറ്റ് കേട്ടോ. ഫലഭൂഷ്ടമായിട്ടുള്ള ചന്ദ്രക്കല എന്നാണത് അറിയപ്പെടുന്നത്. അവിടെയുള്ള സ്ഥലങ്ങളെയൊക്കെ നിങ്ങളൊന്ന് റൗണ്ട് ചെയ്ത് വെച്ചേക്കണം. ആ ഒരു ചന്ദ്രക്കലയ്ക്ക് അകത്ത് നിൽക്കുന്ന സ്ഥലങ്ങൾ ഒന്ന് റൗണ്ട് ചെയ്ത് വെച്ചേക്കുക കേട്ടോ. അപ്പോൾ പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ നോക്കുകയാണെങ്കിൽ ലെറ്റ് us see the factors that led to humans to begin agriculture and domestication of animals. അത് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. വിച്ച് ആർ ദ ഫാക്ടേഴ്സ് ദാറ്റ് ലെഡ് ടു ഹ്യൂമൻസ് ടു ബിഗിൻ അഗ്രികൾച്ചർ ആൻഡ് ഡൊമസ്റ്റിക്കേഷൻ ഓഫ് ആനിമൽസ്. മൃഗങ്ങളെ ഇണക്കി വളർത്താനും കൃഷി തുടങ്ങാനും ഒക്കെ മനുഷ്യരെ പ്രേരിപ്പിച്ച ഘടകങ്ങൾ എന്തൊക്കെയാണ്? പോപ്പുലേഷൻ ഗ്രോത്ത് ആൻഡ് ഇൻക്രീസ് ഇൻ ദ നമ്പർ ഓഫ് ഹ്യൂമൻ സെറ്റിൽമെൻറ്റ്സ്, കോംപ്ലെക്സ് സോഷ്യൽ ഓർഗനൈസേഷൻ, ഷോർട്ടേജ് ഓഫ് ഫുഡ് പ്രോഡക്ട്സ്, ദെൻ ലാസ്റ്റ് വൺ ചേഞ്ച് ഇൻ ടെക്നോളജി. അപ്പോൾ എന്താണ് ഇത്? എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് മനുഷ്യന് ഇത്തരത്തിൽ ചിന്തിക്കാൻ തുടങ്ങിയത്? കൃഷി തുടങ്ങണം, മൃഗങ്ങളെ ഇണക്കി വളർത്തണം, അതിന് ജനസംഖ്യാ വർധനവുണ്ടായി, അതുപോലെ തന്നെ അധിവാസ കേന്ദ്രങ്ങളുടെ എണ്ണത്തിലുണ്ടായ വർധനവ്, പിന്നെ അതുപോലെ തന്നെ സങ്കീർണമായിട്ടുള്ള കോംപ്ലക്സ് ആയിട്ടുള്ള സാമൂഹിക സംഘടനകൾ, ഷോർട്ടേജ് ഓഫ് ഫുഡ് പ്രൊഡക്ഷൻ, ഭക്ഷ്യ ലഭ്യതയുടെ ഭക്ഷ്യോൽപ്പന്നങ്ങളുടെ കുറവ്, പിന്നെ അവരുപയോഗിച്ചിരുന്ന സാങ്കേതിക വിദ്യയിൽ വന്ന മാറ്റം. ഇതൊക്കെയാണ് അഗ്രികൾച്ചറും തുടങ്ങാനായിട്ടും മൃഗങ്ങളെ ഇണക്കി വളർത്താനായിട്ടും മനുഷ്യനെ പ്രേരിപ്പിച്ച്. ഇനി അത് കഴിഞ്ഞ് തൊട്ടടുത്ത പേജിലേക്ക് നമ്മൾ നോക്കുമ്പോൾ പിക്ചേഴ്സ് ഓഫ് നിയോലിത്തിക് ടൂൾസ് ആർ ഗിവൺ ഹിയർ, ഒബ്സർവ് ദം ആൻഡ് ഫൈൻഡ് ഔട്ട് ദെയർ ഫീച്ചേഴ്സ്. അപ്പോൾ നമുക്ക് ആ പിക്ചറിൽ ഒരുപാട് സവിശേഷതകൾ കാണാൻ സാധിക്കും. അന്ന് അവർ ഉപയോഗിച്ചിരുന്ന ടൂൾസാണത്. അതിൻ്റെ എന്തൊക്കെ സവിശേഷതകളാണ്? നേരത്തെ കണ്ടതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കുറച്ച് പ്രത്യേകതകൾ അതിലുണ്ട്. ഒന്നാമത്തെ പോയിൻ്റ് മിനുസപ്പെടുത്തിയ ഉപകരണങ്ങളല്ലേ, പോളിഷ്ഡ് ടൂൾസാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ദെൻ വേരിയസ് ഷേപ്പ് ആൻഡ് സൈസ്, വ്യത്യസ്ത ആകൃതിയിലൊക്കെ അല്ലേ അത് കാണാനായിട്ട് സാധിക്കുന്നത്. പിന്നെ ഷാർപ്പ് ആൻഡ് തിൻ ടൂൾസും ഒക്കെ നമുക്ക് അവിടുന്ന് കാണാനായിട്ട് സാധിക്കും. ഇനി these tools helped humans to cultivate the land. They helped them in tilling the soil and cutting down trees. This marked the beginning of great change in human life. അപ്പോൾ ഇത്തരത്തിലുള്ള ടൂൾസ് ഉപയോഗിച്ചുകൊണ്ട് അവരുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ അവർക്ക് സാധിച്ചു. അതായത് ഈ ഉപകരണങ്ങൾ ഉപയോഗിച്ചിട്ട് മണ്ണ് നമുക്ക് കൃഷിക്ക് അനുയോജ്യമാക്കാനായിട്ട്, മണ്ണൊക്കെ ഇളക്കി ഉഴുതാനായിട്ടും അതുപോലെ തന്നെ മരം മുറിക്കാനായിട്ടും ഒക്കെ ഇവരെ ഈ ടൂൾസ് ഉപയോഗിച്ചു. അതവരുടെ ജീവിതത്തിൽ തന്നെ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കിയെന്നും മനസ്സിലാക്കി വെക്കുക. അഗ്രികൾച്ചർ ആൻഡ് ഡൊമസ്റ്റിക്കേഷൻ ഓഫ് ആനിമൽസ് എൻഷുർഡ് ദ സ്റ്റഡി അവൈലബിലിറ്റി ഓഫ് ഫുഡ് പ്രോഡക്ട്സ്. As a result, permanent settlements and agrarian villages came into existence. The storage of grains became
possible with the introduction of pottery and the use of bricks made of clay. When the surplus production in agriculture became possible, a section of society became free from agrarian activities. They began to engage in other occupations such as pottery making, weaving, etc. Thus, the society came into include different occupational groups. This resulted in significant changes in the social formation. The basis of the progress human have achieved today can be seen in the changes during the Neolithic age. With reference to these changes, Gordon Child, a renowned archaeologist, named this period Neolithic Revolution. അത് അതുപോലെ തന്നെ ചോദിക്കും കേട്ടോ. എന്തുകൊണ്ടാണ് ഗോർഡൻ ചൈൽഡ് ഈ പീരീഡിനെ നിയോലിത്തിക് റവല്യൂഷൻ എന്ന് വിളിക്കാൻ കാരണം? അതിൻ്റെ കാരണമാണ് ആ പാരഗ്രാഫിൽ പറഞ്ഞിരിക്കുന്നത്. എന്ന് വെച്ചാൽ നമ്മൾ മൊത്തത്തിൽ ചേഞ്ചസ് ഉണ്ടാകുകയാണ്. അപ്പോൾ അഗ്രികൾച്ചർ വരുന്നു, കൃഷി തുടങ്ങുന്നു, ഡൊമസ്റ്റിക്കേഷൻ ഓഫ് ആനിമൽസ്, മൃഗങ്ങളെ ഇണക്കി വളർത്താനായിട്ട് അവർ ശ്രമം ആരംഭിക്കുന്നു. അതുപോലെ തന്നെ അവർക്ക് എന്താണ്, സ്ഥിരമായിട്ട് ഭക്ഷ്യോൽപാദന ലഭ്യത ഉറപ്പ്. കൃഷി തുടങ്ങിയപ്പോൾ പിന്നെ അവർക്ക് പിന്നെ അലഞ്ഞു തിരിഞ്ഞ് നടക്കേണ്ടി വന്നില്ലല്ലോ, പെർമനൻറ്റ് സെറ്റിൽമെൻറ്റായി, ഒരു സ്ഥലത്ത് തന്നെ താമസിക്കാൻ തുടങ്ങി. അതേ തുടർന്ന് എന്താണ്, കൃഷി ഗ്രാമങ്ങളൊക്കെ ഉയർന്നു വന്നു. പിന്നെ ഈ ഗ്രെയിൻസ്, ധാന്യങ്ങൾ സംഭരിക്കണമല്ലോ, ശേഖരിച്ചൊക്കെ വെക്കണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോട്ടറി, കളിമൺ പാത്ര നിർമ്മാണവും കളിമണ്ണ് കൊണ്ട് നിർമ്മിച്ച ഇഷ്ടികകളുടെ ഉപയോഗവും ഒക്കെ ഈ ധാന്യങ്ങൾ സംഭരിക്കാനായിട്ടുള്ളൊരു സാഹചര്യം അവരുടെ ജീവിതത്തിലേക്ക് കൊടുക്കുകയാണ്. പിന്നെ അതുപോലെ തന്നെ സർപ്ലസ് പ്രൊഡക്ഷൻ വരികയാണ്, മിച്ചോൽപ്പാദനം. അവർക്ക് ആവശ്യത്തിൽ കൂടുതൽ അവർ പ്രൊഡ്യൂസ് ചെയ്യുകയാണ്. അപ്പോൾ എന്താണ്, അപ്പോൾ കുറേ പേര് ഇതിൽ നിന്ന് സ്വതന്ത്രരായ, കാരണം കുറേ നാളത്തേക്ക് കഴിക്കാനുള്ള ഫുഡുണ്ട്. പിന്നെ ഇനി അഗ്രികൾച്ചർ മേഖലയിലേക്ക് വീണ്ടും കൃഷി ചെയ്യാനായിട്ട് പോകണ്ട. അപ്പോൾ കുറച്ച് പേര് ഫ്രീ ആയി. അവരെന്ത് ചെയ്തു, അവർ വേറുള്ള ആക്ടിവിറ്റീസിലേക്ക് തിരിഞ്ഞു. അവർ മെയിനായിട്ട് ഏതൊക്കെ മേഖലയിലായിട്ടാണ് തിരിഞ്ഞത്? പോട്ടറി മേക്കിങ്, എന്തായാലും കളിമണ്ണ് കൊണ്ടുള്ള പാത്രങ്ങളൊക്കെ വേണം. അതുപോലെ നെയ്ത്ത്, അങ്ങനെ മറ്റ് തൊഴിലുകളിലൊക്കെ അവർ ഏർപ്പെടാൻ തുടങ്ങി. അപ്പോൾ തൊഴിൽ വിഭാഗങ്ങളൊക്കെ വ്യത്യസ്തമായിട്ട് അവിടെ നിലകൊണ്ടു. അതായത് ഒന്നിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാതെ പല പല തൊഴിൽ മേഖലകളിലേക്ക് അവിടുത്തെ ജനങ്ങൾ, ആദ്യകാല മനുഷ്യർ മാറുകയാണ്. ഇതോടെ സമൂഹത്തിൽ കുറച്ച് മാറ്റങ്ങളൊക്കെ ഉണ്ട്, സമൂഹ രൂപീകരണത്തിൽ വലിയ മാറ്റങ്ങളൊക്കെ ഉണ്ടായി. അപ്പം നമ്മൾ ഇന്ന് കാണുന്ന മനുഷ്യൻ്റെ മുന്നേറ്റമൊക്കെ നമുക്ക് അതിൻ്റെ അടിസ്ഥാനം എന്താണെന്ന് ചോദിച്ചാൽ നവീന ശിലായുഗത്തിലുണ്ടായ മാറ്റങ്ങളാണെന്ന് നമുക്ക് പറയാം. അതുകൊണ്ട് ഇത്തരം ചേഞ്ചസിൻ്റെ അടിസ്ഥാനത്തിലാണ് ഗോർഡൻ ചൈൽഡ് നവീന ശിലായുഗത്തെ എന്തെന്ന് പറയുന്നത്, നവീന ശിലായുഗ വിപ്ലവം എന്ന് പറയുന്നത്. കേട്ടല്ലോ, അത് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യനാണ്, പഠിച്ചോളുക. എന്തൊക്കെ പോയിൻ്റാക്കി തന്നെ പഠിച്ചോളുക, എന്തൊക്കെ ചേഞ്ചസ് ആണ് അവിടെ വന്നതെന്ന്. ഇനിയിപ്പോൾ നിങ്ങൾ അവിടെ ഒരു പിന്നെ ഫ്ലോ ചാർട്ട് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. ആ ഫ്ലോ ചാർട്ട് തന്നെ പിന്നെ എഴുതിയിട്ട് അത് തന്നെ പഠിച്ചാലും മതി. അതുകൊണ്ടൊക്കെ തന്നെയാണ് പിന്നെ ആ ഒരു പീരീഡിലെ ഗോർഡൻ ചൈൽഡ് നിയോലിത്തിക് റവല്യൂഷൻ എന്ന് വിളിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പിന്നെ മാപ്പും കൊടുത്തിട്ടുണ്ട്. മാപ്പിൽ നിന്ന് നമുക്ക് നോക്കാം എന്താണ് നിയോലിത്തിക് സൈറ്റ്സ് ആണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ജെറീക്കോ ഉണ്ട്, ജാർമോ, അലിഗോഷ്, മെഹർഗഡ്. ജെറീക്കോ എന്ന് പറയുന്നത് പാലസ്തീനാണ്. ജാർമോ ആണെങ്കിൽ നോർത്തേൺ ഇറാഖാണ്. അലിഗോഷ് ഇറാനിലാണ്. ദെൻ മെഹർഗഡ് ഏൻഷ്യൻ്റ് ഇന്ത്യയിലാണ്. കേട്ടോ, അറ്റ് പ്രസൻറ്റിൽ പാകിസ്ഥാനാണ്, നേരത്തെ ഏൻഷ്യൻ്റ് ഇന്ത്യയിലാണെന്ന് മനസ്സിലാക്കി വെച്ചിരിക്കുക. ഇനി ജാർമോയെ പറ്റി ചോദിക്കാൻ സാധ്യതയുണ്ട്. ജാർമോ എന്ന് പറയുന്നത് നിയോലിത്തിക് സൈറ്റാണ്. ജാർമോയെ പറ്റി ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പം Robert J. Bradford led the archaeological excavation in Jarmo in the Kurdish hills, modern Iraq. The people of Jarmo cultivated barley and the two varieties of wheat. There were clear indications that they domesticated goat and some other animals. Their dwellings were small huts. They made figures of animals and humans with the clay. Among the human figures they made, the most prominent was that of a pregnant woman. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതൊക്കെ പഠിച്ചു വെച്ചോളുക. അപ്പോൾ ഈ ഒരു സൈറ്റിനെ പറ്റിയിട്ട് കൂടുതലായിട്ട് പഠനം നടത്തിയ വ്യക്തിയാണ് ആരെന്ന് പറയുന്നത്, റോബർട്ട് ജെ ബ്രെയ്ഡ് എന്ന് പറയും. ബ്രെയ്ഡ്വുഡാണ് റോബർട്ട് ജെ ബ്രെയ്ഡ്വുഡ്. അപ്പോൾ അദ്ദേഹമാണ് അവിടെ എക്സ്കവേഷൻസൊക്കെ നടത്തിയത് ജാർമോ കുന്നിൽ.
അപ്പം അവിടുത്തെ ജനങ്ങൾ ഈ ഇദ്ദേഹം കണ്ടെത്തിയ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജനങ്ങൾ ബാർലിയും അതുപോലെ തന്നെ 2 തരം ഗോതമ്പോട് ഉപയോഗിച്ചിരുന്നു, കൃഷി ചെയ്തിരുന്നു. ആടിനെയും അതുപോലെ തന്നെ മറ്റു മൃഗങ്ങളെയൊക്കെ ഇണക്കി വളർത്തിയതിൻ്റെ തെളിവുകളൊക്കെ അവിടുന്ന് കിട്ടുന്നുണ്ട്. പിന്നെ അവിടുത്തെ വീടുകളൊക്കെ ചെറുതായിരുന്നു. അവർ കളിമണ്ണ് കൊണ്ട് മൃഗങ്ങളുടെയും മനുഷ്യരുടെയും രൂപങ്ങളൊക്കെ നിർമ്മിച്ചിരുന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറഞ്ഞാൽ ഗർഭിണിയായ സ്ത്രീയുടെ ഒരു രൂപം അവർ നിർമ്മിച്ചിട്ടുണ്ടായിരുന്നു കളിമണ്ണിൽ. അതാണ് അതിൻ്റെ പ്രാധാന്യം എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ അതൊന്ന് അടയാളപ്പെടുത്തി വെച്ച് പഠിച്ചുകൊടുക്കുക. ജാർമോയിൻ ചോദിക്കാൻ വളരെയേറെ സാധ്യതയുള്ളതാണ്. പിന്നെ അതിനുശേഷം നമ്മൾ മെറ്റൽ ഏജിലേക്ക് പോവുകയാണ്. മെറ്റൽ ഏജ്, ലോഹയുഗം. The metal age began when humans started using metal instead of stone. This age clearly reflects the human progress in technology. Copper was the first metal used by humans. അപ്പോൾ മെറ്റൽ ഏജ് എന്ന് പറയുമ്പം എന്തായിരിക്കും മനുഷ്യരോട് ഉപയോഗിക്കുന്നത്? മെറ്റൽസ്. അതുവരെ അന്ന് വരെ സ്റ്റോൺ ആയിരുന്നു ഉപയോഗിച്ചിരുന്ന കല്ലുകൾ. പിന്നെ എന്തിലേക്ക് മാറി? മെറ്റൽസിലേക്ക് മാറി. അപ്പോൾ അവിടെ ഒരുപാട് സാങ്കേതിക വിദ്യയിൽ ചേഞ്ചസ് നമുക്ക് വളർച്ച നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇവരാദ്യമായിട്ട് ഉപയോഗിച്ച മെറ്റൽ ഏതാണ്? കോപ്പറാണ് കേട്ടോ. അണ്ടർലൈൻ ചെയ്ത് വെച്ചോളുക 3 സെൻറ്റൻസ്. ഡ്യൂറിങ് ദിസ് പീരീഡ് ഹ്യൂമൻസ് ലേൺ ദ ടെക്നിക് ഓഫ് ടേണിങ് റോ കോപ്പർ into weapons and tools. The presence of copper was found in the early agrarian villages of Chadalhoik, Turkey, Chayonu, northern Syria, and Aligosh, Iran. It is believed to have existed around 7000 BCE. അപ്പോൾ ഈ ഒരു സമയത്ത് എന്താണ് അവർക്ക് പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന ചെമ്പിനെ അതിനാണ് റോച്ചെമ്പെന്ന് പറയുന്നത്. അപ്പോൾ അത് മിക്സായിരിക്കും. വേറെ ചെമ്പ് നമുക്ക് ഡയറക്റ്റ് എല്ലാം മിക്സായിട്ടാണ് കിട്ടുന്നത്. അപ്പോൾ അതിനെ ശുദ്ധീകരിച്ചിട്ട് അവർക്ക് എന്താണ് അവരുടേതായിട്ടുള്ള രീതിയിൽ, ഇന്നത്തെ ആധുനികത അല്ല, അവരുടേതായിട്ടുള്ള രീതിയിൽ അത് ആയുധങ്ങളാക്കി ഉപയോഗിക്കാനായിട്ടുള്ള ഒരു സാങ്കേതിക രീതി അവർക്ക് നേടാനായിട്ട് സാധിച്ചു എന്ന് നമുക്ക് പറയാം. പിന്നെ അതൊന്ന് നോട്ട് ചെയ്ത് വയ്ക്കണം. അതുപോലെ തന്നെ ആദ്യകാല കാർഷിക ഗ്രാമങ്ങളായ ചാദൽഹോയ്ക്ക് തുർക്കിയിലാണ്, ചയോനു അത് വടക്കൻ സിറിയയിലാണ്, അലിഗോഷ് ഇറാൻ ഇവിടങ്ങളിലൊക്കെ ചെമ്പിൻ്റെ സാന്നിധ്യമൊക്കെ കണ്ടെത്തിയിട്ടുണ്ട് എന്നും ആ പ്രധാനപ്പെട്ട സ്ഥലങ്ങളും അടയാളപ്പെടുത്തി വെച്ചോളുക കേട്ടോ. പിന്നെ നവീന ശിലായുഗമായിട്ട് ബന്ധപ്പെട്ട മെഹർഗഡിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. അത് ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റിലാണ്, എക്സ്ട്രാ റീഡിങ്ങിലാണ്. അപ്പം മെഹർഗഡ് വാസ് എ സൈറ്റ് ഇൻ ഏൻഷ്യൻ്റ് ഇന്ത്യ. പുരാതന ഇന്ത്യയിൽ, അതായത് ഇപ്പം മെഹർഗഡ് ഇന്ത്യയിലല്ല, പുരാതന ഇന്ത്യയുടെ ഭാഗമായിരുന്നു. അപ്പോൾ അവിടുത്തെ ഇമ്പോർട്ടൻറ്റ് ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് നിയോലിത്തിക് ഏജുമായിട്ട് ബന്ധപ്പെട്ട് ഡൊമസ്റ്റിക്കേഷൻ ഓഫ് ആനിമൽസ്, മൃഗങ്ങളെ ഇണക്കി വളർത്തിയിരുന്നു. പിന്നെ കൃഷി ബിഗാൻ പ്ലാന്റ്സ് ഫസ്റ്റ്. അതുപോലെ തന്നെ എന്താണ് കൃഷിയൊക്കെ ആരംഭിച്ചിരുന്ന ഒരു പ്രദേശമാണെന്ന് നമുക്ക് തുടക്കം കുറിച്ചത് ഇവിടെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. അതുകൊണ്ട് തന്നെ ആ റീജിയൻ എന്തെന്ന് പറയുന്നു? ദ ബ്രെഡ് ബാസ്ക്കറ്റ് ഓഫ് ബലൂചിസ്ഥാൻ്റെ ബ്രെഡ് ബാസ്ക്കറ്റ് എന്ന ആ പ്രദേശം അറിയപ്പെടുന്നു എന്ന് മനസ്സിലാക്കി വയ്ക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് പ്രതിപാദിക്കുന്നത്. അപ്പം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ പ്രതീക്ഷിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാനുള്ളവർ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും അഭ്യർത്ഥിക്കുന്നു.